नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 864. സമ്പത്ത്, വീര്യം, യശസ്, സൗന്ദര്യം, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഐശ്വര്യങ്ങളും പൂർണ്ണമായുള്ളതിനാൽ ഭഗവാൻ മാത്രമാണ് ഭൗതിക പ്രകൃതിയുടെ വശ്യശക്തിക്ക് അതീതൻ. കൃഷ്ണാവബോധമില്ലാത്തിടത്തോളം കാലം ജീവാത്മാവിനു പരമപുരുഷനെ സമീപിക്കാനാവില്ല. എന്നിരുന്നാലും ഭഗവാന് തൻ്റെ സർവവ്യാപിത്വം മൂലം പരമാത്മരൂപത്തിൽ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവനോട് ആജ്ഞാപിക്കാൻ കഴിയും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്കു വേണ്ടിയാകട്ടെ. നിങ്ങൾ ഭുജിക്കുന്നതൊക്കെ ആദ്യം എനിക്കു സമർപ്പിക്കുവിൻ. ദാനധർമ്മങ്ങൾ ആദ്യം എനിക്കു വേണ്ടി ചെയ്യുവിൻ. നിങ്ങൾ ചെയ്യുന്ന തപോനുഷ്ഠാനങ്ങളും എനിക്കു വേണ്ടിയാകട്ടെ. ഇപ്രകാരം കർമ്മികളോടു ക്രമേണ കൃഷ്ണാവബോധം വളർത്താനാണു നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മത്തെയും മായയെയും വ്യവച്ഛേദിച്ചറിഞ്ഞ് തന്നെ സമീപിക്കാൻ കൃഷ്ണൻ ദാർശനികരെയും ഉപദേശിക്കുന്നു. അവസാനം ജ്ഞാനം പരിപൂർണമാകുന്നവൻ കൃഷ്ണനിൽ അർപ്പിതാത്മാവായി ഭവിക്കുന്നു. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ അനേകം ജന്മങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി എന്നെ ശരണം പ്രാപിക്കുന്നു. കൃഷ്ണനെ ഹൃദയത്തിൽ ഏകാഗ്രമായി ധ്യാനിക്കാനാണു യോഗികൾക്കുള്ള നിർദ്ദേശം. അങ്ങനെ നിരന്തരമായ കൃഷ്ണാവബോധ പ്രക്രിയ വഴി യോഗിക്ക് ഭൗതിക ശക്തിയുടെ പിടിയിൽ നിന്നു മുക്തനാകാൻ കഴിയും. എന്നാൽ ഭഗവത്ഗീത പറയുന്നത് പോലെ ഭക്തിയോടും പ്രേമത്തോടും കൂടി തുടക്കം മുതലേ ഭക്തന്മാർ ഭക്തിയുത സേവനത്തിലേർപ്പെടുന്നതിനാൽ പ്രയാസമോ ഭ്രംശമോ കൂടാതെ തന്നെ പ്രാപിക്കാനാവും വിധത്തിൽ ഭഗവാൻ അവർക്കു നിർദ്ദേശം നൽകുന്നു. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിവയുടെയെല്ലാം യഥാർത്ഥ നില മനസ്സിലാക്കാൻ ഭഗവത് കാരുണ്യം കൂടിയേ പറ്റൂ. വൈദിക സാഹിത്യം കൃഷ്ണനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അവതരിപ്പിച്ചിട്ടുള്ളതാണെന്നു വേദമൂർത്തികളുടെ പ്രസ്താവങ്ങൾ വ്യക്തമാക്കുന്നു. സർവവേദങ്ങളിലൂടെയും കൃഷ്ണനെ മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നു ഭഗവത്ഗീത പറയുന്നു. ഭൗതിക ലോകത്തിലായാലും കൃഷ്ണൻ എപ്പോഴും സുഖാസ്വാദകനാണ്. അദ്ദേഹം പരമഭോക്താവാകയാൽ
ആധ്യാത്മിക ലോകമെന്നോ ഭൗതിക ലോകമെന്നോ ഉള്ള ഭേദം അദ്ദേഹത്തിനില്ല. സാധാരണ ജീവാത്മാക്കൾക്കു ഭൗതിക ലോകം എപ്പോഴും ഒരു തടസ്സമാണ്. കാരണം അവർ അതിൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഭൗതിക ലോകത്തിൻ്റെ നിയന്താവാകയാൽ കൃഷ്ണന് ഭൗതിക ലോകത്തിൻ്റെ തടസ്സങ്ങളൊന്നും ബാധകമല്ല. അതിനാൽ ഉപനിഷത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ വേദങ്ങൾ പറയുന്നു, ബ്രഹ്മം നിത്യവും ജ്ഞാനമയവും ആനന്ദമയവുമാണ്. എന്നാൽ ഏകനായ പരമാത്മാവു ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. തൻ്റെ സർവവ്യാപിത്വം മൂലം ജീവാത്മാക്കളുടെ ഹൃദയത്തിൽ മാത്രമല്ല, ഓരോ അണുവിലും അദ്ദേഹത്തിനു പ്രവേശിക്കാൻ കഴിയും. പരമാത്മാവെന്ന നിലയിൽ ജീവാത്മാക്കളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്കു സാക്ഷിയായി തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും അവരുടെ വിവിധ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് അവരുടെയെല്ലാം ഉള്ളിൽ അദ്ദേഹം കുടികൊള്ളുന്നു. എല്ലാറ്റിൻ്റെയും പ്രാണനാണദ്ദേഹം. എന്നിരുന്നാലും ഭൗതിക ഗുണങ്ങൾക്കെല്ലാം അതീതനാണദ്ദേഹം. അദ്ദേഹം സർവശക്തനാണ്. എന്തും നിർമ്മിക്കാൻ അദ്ദേഹത്തിനു വൈദഗ്ധ്യമുണ്ട്. സർവോന്നതമായ സ്വാഭാവിക വിജ്ഞാനമുള്ളതിനാൽ എല്ലാവരെയും തൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിനു കഴിയും. അങ്ങനെയിരിക്കെ അദ്ദേഹം എല്ലാവരുടെയും യജമാനനാണ്. ചിലപ്പോൾ അദ്ദേഹം ഭൂതലത്തിൽ പ്രത്യക്ഷനാകും. അതേസമയം ഏകകാലത്തു തന്നെ എല്ലാ പദാർത്ഥങ്ങളിലും അദ്ദേഹമുണ്ടായിരിക്കും. ബഹുരൂപികളായി വികസിക്കാനാഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഭൗതിക ശക്തിയെ ഒന്നു കടാക്ഷിക്കുകയും അങ്ങനെ അസംഖ്യം ജീവാത്മാക്കൾ പ്രത്യക്ഷമായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സർവശ്രേഷ്ഠമായ ശക്തി കൊണ്ടാണു എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഒരു പോരായ്മയുമില്ലാതെ കാണപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ.